ഓം സഹനവവതൗ സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോകളിൽ പ്രതിപാദിച്ചു വന്നിരുന്നത്. ഷോഡശകർമ്മത്തിൻ്റെ പ്രാധാന്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒരു ജീവൻ അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ ആ ജീവൻ്റെ അന്ത്യേഷ്ടി കർമ്മം വരെ അനുഷ്ഠിച്ചു പോകേണ്ട 16 തലങ്ങളെക്കുറിച്ച് ഇതിന് പറയുന്ന പേരാണ് ഷോഡശകർമ്മങ്ങൾ. ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപനയനം എന്ന ചടങ്ങിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. അതായത് പൂണൂൽ ധരിപ്പിക്കുന്ന ചടങ്ങിനെക്കുറിച്ച്. അത് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് കുട്ടികളെ വിദ്യാരംഭം നടത്തുന്ന, അതായത് എഴുത്തിനിരുത്തുന്ന ചടങ്ങിനെക്കുറിച്ചാണ്. വളരെ ലളിതമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന വിദ്യാരംഭ ചടങ്ങ്, വിപുലമായി നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിനെക്കുറിച്ച് പിന്നീട് ഞാൻ വേറൊരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ടാവും. ഇപ്പോൾ ലഘുവായി എഴുത്തിനിരുത്ത് നടത്തുന്നത്, ആ ചടങ്ങിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമ്മൾ നിലവിളക്ക് വെച്ച് ഗണപതി നിവേദിച്ച് കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിന് കുളിപ്പിച്ച് അവരെ നവവസ്ത്രമൊക്കെ ധരിപ്പിച്ച് കൊണ്ടുവന്നാൽ ആചമനവും, അതായത് 3 പ്രാവശ്യം അവരുടെ കയ്യിൽ ജലം കൊടുത്ത് ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ എന്ന് ആചമനം ചെയ്യിപ്പിച്ച് പ്രോഷ്ണവും ഭസ്മധാരണം ഇവയൊക്കെ ചെയ്യിപ്പിച്ച് കയ്യിൽ പൂ കൊടുത്ത് പൂജാസ്ഥാനങ്ങളിൽ അതാത് മന്ത്രങ്ങൾ കൊണ്ട്, അതായത് ഗണപതിക്ക്, ഗുരുവിന്, പിന്നെ ഗുരുവിനും ഗണപതിക്കും ഒപ്പം സരസ്വതി ദേവിക്കും ഈ പൂക്കൾ അർച്ചന ചെയ്ത് ഗുരുഭ്യോ നമ, ഗം ഗണപതയെ നമ എന്ന്, അതുകൂടാതെ ഓം വ്യോം വേദവ്യാസായ നമ എന്നും പുഷ്പം അർച്ചന ചെയ്യിപ്പിക്കണം. കൈ നിറയെ പൂ കൊടുത്ത് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്ന മന്ത്രം ജപിപ്പിച്ച് ആ കുട്ടികളെ സരസ്വതി സ്ഥാനത്ത്, സരസ്വതി ചിത്രത്തിന് മുൻപിൽ പൂക്കൾ അർപ്പിച്ച് അതിനുശേഷം ആ കുഞ്ഞിനെ മടിയിലിരുത്തി സ്വർണസൂചി കൊണ്ട് ആചാര്യൻ നാവിൽ മഹാവാഗ്ദേവത മന്ത്രമാണ് എഴുതുന്നത്. മഹാവാഗ്ദേവതാ മന്ത്രം ഇതാണ്: ഓം ഐം നമോ ഭഗവതേ വത വത വാഗ്വാദിനി സ്വാഹ എന്ന മഹാവാഗ്ദേവതാ മന്ത്രം. ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. മന്ദബുദ്ധിയായ കാളിദാസന് സാക്ഷാൽ ഭദ്രകാളി തന്നെ നേരിട്ട് നാവിൽ കുറിച്ചു കൊടുത്തതാണ് ഈ മഹാവാഗ്ദേവതാ മന്ത്രം. ഈ മന്ത്രം നാവിൽ കുറിച്ചാൽ ആ കുട്ടി മഹാവാഗ്മിയായി എല്ലാ തലത്തിലും ഉയർന്ന് സരസ്വതി കടാക്ഷം, സരസ്വതി വിലാസം എപ്പോഴും നാവിൽ ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തിക്ക് അത് നാവിൽ കുറിച്ചു കൊടുത്തതിന് ശേഷമാണ് അരിയിൽ ഈ തുളസി, കൂവളത്തില, വെളുത്ത പുഷ്പങ്ങൾ ഇതെല്ലാം തളിച്ച് ശുദ്ധീകരിച്ച് അരിയിൽ കുട്ടിയുടെ വലത് മോതിരവിരൽ കൊണ്ട് ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്ന് എഴുതിച്ചതിന് ശേഷം 51 അക്ഷരങ്ങളും അരിയിൽ ആ കുട്ടിയെ കൊണ്ട് എഴുതിക്കണം. ഒടുവിൽ ശ്രീ ഗുരുഭ്യോ നമ എന്ന് എഴുതിയാൽ അതിൽ അല്പം അരിയെടുത്ത് ശിരസിലിട്ട് അനുഗ്രഹിക്കണം. ഓം വാഗ്ദേവതാ പ്രസാദ സിദ്ധിരസ്തു എന്ന് അനുഗ്രഹിച്ചതിന് ശേഷം ത്രിമധുരവും അരിയും പ്രസാദമായി നൽകണം. വിദ്യാരംഭങ്ങളെല്ലാം കഴിഞ്ഞാൽ പൂജാസ്ഥാനത്ത് നിന്ന് അതാത് ദേവതകളെ ഉദ്വസിച്ച് അഷ്ടാക്ഷരവും
അതുപോലെ പഞ്ചാക്ഷരവും ഈ കുട്ടിയെ കൊണ്ട് ജപിപ്പിക്കണം. ഇതാണ് ഈ ചടങ്ങ്. ഗണപതി വിടർത്തണം. ഈ ചടങ്ങ് വളരെ ലഘുവായി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. നവരാത്രിയോടനുബന്ധിച്ചുള്ള വളരെ വിപുലമായി നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.